അത് പണ്ഡിതന് പറയാമല്ലോ. ആദരവും ബഹുമാനവും കാത്തിരിക്കേണ്ടതില്ലല്ലോ. ഇത്ര പണം കിട്ടണമെന്ന് ചിന്തിക്കേണ്ടതില്ലല്ലോ. അതാ അല്ലാഹു തആല പണം കൊടുത്തവർ പണം കൊണ്ടാണ് ശുക്ർ ചെയ്യുന്നതെങ്കിൽ, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ആരോഗ്യം കൊണ്ടാണ് പടച്ചറബിന് ശുക്ർ ചെയ്യുന്നതെങ്കിൽ, പടച്ചറബ് തന്ന നമ്മുടെ ആയുസ് കൊണ്ടാണ് നമ്മൾ ശുക്ർ ചെയ്യേണ്ടതെങ്കിൽ, പണ്ഡിതന്മാർ അല്ലാഹു അവർക്ക് കൊടുത്ത വിവരം കൊണ്ട് പടച്ചവന് ശുക്ർ ചെയ്യേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളെ, മദ്രസകൾ ഏറ്റെടുത്താൽ 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയിൽ കുട്ടികൾ വന്നിട്ടൊരു കാമണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന മുഅല്ലിമായി നമ്മൾ അതപ്പതിക്കരുത് കേട്ടോ. കുട്ടികൾ എത്തുന്നതിന് മുമ്പ് മദ്രസയിലെ മുഅല്ലിമീങ്ങൾ മദ്രസയിൽ എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരാത്തതിന്റെ പേരിൽ ഒരു മദ്രസയിലെ സദറുസ്താദ് ഇങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ, പിന്നെ ആ സദറുസ്താദിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഫിത്നയും ഫസാദും പറഞ്ഞ് അയാളമല്ല ഇവിടുന്ന് ഓടിക്കാൻ എന്ത് വഴിയുണ്ടെന്ന് ചിന്തിക്കുന്ന മുഅല്ലിമാകരുത് കേട്ടോ. ചിലപ്പോൾ ഈ മുഅല്ലിമ് കൊല്ലം 10-15 കൊല്ലമായി അവിടെ സേവനം ചെയ്യുന്ന മുഅല്ലിമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് നാട്ടുകാരുമായും നാട്ടിലെ പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരിക്കാം. ഇപ്പോഴത്തെ സദർ മുഅല്ലിം ഇക്കൊല്ലം വന്നതായിരിക്കാം. ആ സദർ മുഅല്ലിം നല്ല സ്ട്രിക്റ്റ് സ്വഭാവത്തില് സമയം അതാ മദ്രസ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തണം എന്ന് പറയുമ്പോ, ഇപ്പൊ വന്ന ഇയാൾക്ക് ഇന്നെന്നെ തകരാറുണ്ടെന്ന് ഫിത്ന പറഞ്ഞ് പുതിയ സദർ മുഅല്ലിമിനെ പുറത്താക്കാൻ ശ്രമിക്കുന്ന മുഅല്ലിമാകരുത്. നമ്മുടെ ദീൻ പഠിപ്പിക്കൽ അല്ലാഹുവിന് വേണ്ടിയാകണം, നമ്മളെ കാര്യലാഭത്തിന് വേണ്ടി ആകരുത്. പടച്ച റബ്ബ് നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധം സർവ മുഅല്ലിമീങ്ങൾക്കും ഉണ്ടാകണം, മുതഅല്ലിമീങ്ങൾക്കുണ്ടാകണം, വഅദ് പറയുന്ന മുസ്ലിയാർക്കുണ്ടാകണം, എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകണം. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ നാട്ടിലൊരു മുഅല്ലിമുണ്ട്. ഒരു ഉദാഹരണമാണ്. ഒരു മുഅല്ലിമുണ്ട്. ഞാൻ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ആ മുഅല്ലിം അങ്ങാടി പോകുമ്പോ പൈസ കൊടുത്താൽ എൻ്റെ വീട്ടിൽ മുഅല്ലിം മീൻ വാങ്ങിക്കൊണ്ടത്തരും. അയാള് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ മുൻപന്തിയിലില്ലെങ്കിലും അയാള് മദ്രസയിൽ തന്നെ വേണമെന്നൊരു ചിന്ത ഒരു പ്രസിഡന്റിനും ഉണ്ടാകരുത്, ഒരു സെക്രട്ടറിക്കും ഉണ്ടാകരുത്. നീ ശമ്പളം മറ്റുള്ളവരോട് പിരിച്ചു കൊടുക്കുന്നത് നിന്റെ വീട്ടിലേക്ക് മീൻ വാങ്ങാൻ വേണ്ടിയല്ല, ഈ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയാണ്. അവിടെ പഠനം നല്ല നിലക്ക് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് ചിന്തിക്കേണ്ടത്. എന്റെ സ്നേഹിതനാണോ ഇല്ലേ, എനിക്ക് കാര്യം ഉണ്ടോ ഇല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് അതാ ഈ കുട്ടികൾക്ക് ഇൽമ് കിട്ടുന്നുണ്ടോ, ആ മുഅല്ലിമിന് മഖ്റജ് ശരിയുണ്ടോ, പഠിപ്പിക്കുന്നത് റെഡിയുണ്ടോ, കുട്ടികളോട് പെരുമാറ്റം നന്നായിട്ടുണ്ടോ, അദ്ദേഹത്തിന് തഖ്വയുണ്ടോ, ഇൽമുണ്ടോ എന്നാണ് കമ്മിറ്റിക്കാര് ചിന്തിക്കേണ്ടത്. ഇനി സുഹൃത്തുക്കളെ, എന്റെ വാത് കേട്ട് പോയ വകയിൽ കമ്മിറ്റിക്കാര് ശമ്പളം കിട്ടിയില്ലെങ്കിലും പണ്ഡിതന്മാർ ഇൽമു പഠിപ്പിക്കണമെന്നാ പറഞ്ഞത്, അതുകൊണ്ട് ശമ്പളം കൂട്ടേണ്ടതില്ല എന്ന് പാസാക്കുന്ന കപട വിശ്വാസികളുമായി പോകരുത്. നമുക്ക് ദുബായിലേക്ക് പോകാം, ഖത്തറിലേക്ക് പോകാം, ബിസിനസ് നടത്താം, ജോലി എടുക്കാം. നമ്മളെ മദ്രസയിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ അവരുടെ ഒരു വീട്ടിന്റെ പണി വരുമ്പോ, അവരുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അവര് മറ്റുള്ളവരോട് കൈകാട്ടി യാചിച്ചു നടക്കണമെന്ന ചിന്ത അത് നമ്മുടെ സമുദായം കൈയൊഴിക്കേണ്ടതുണ്ട്. മാനമായ ശമ്പളം മുഅല്ലിമീങ്ങൾക്ക് നൽകേണ്ടതുണ്ട്, മുദരിസുമാർക്ക് നൽകേണ്ടതുണ്ട്. പക്ഷേ പഠിപ്പിക്കുന്നവൻ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയാകരുത്, അത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം,
റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ഖജനാവിന്റെ ഉടമസ്ഥനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു രാജാവായിരുന്നു, കൊട്ടാരത്തിലെ രാജാവായിരുന്നു. ആ രാജാവായി വാഴുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിമിനു അദ്ഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ കേറി ഇങ്ങോട്ട് വന്നു. യാതൊരു ലെവലുമില്ലാത്ത വരവാണ്. സുബ്ഹാനല്ലാഹ്, നേരെ ഇങ്ങോട്ട് വരികയാണ്. വന്നിട്ട് രാജാവിന്റെ സമീപത്തേക്ക് കയറി വരുമ്പോ രാജകൊട്ടാരത്തിൽ ഒരുപാട് ആളുകളുണ്ട്.